ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ കുഞ്ഞ് ബോക്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെബ് ക്യാമിൻ്റെ ഒരു ബോക്സാണ്. നിങ്ങൾക്ക് ഇതിന് പകരം എന്തെങ്കിലും ഓയിലിൻ്റെ ഒക്കെ ബോക്സും നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോക്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്കെച്ച് എടുത്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പേപ്പർ കട്ടറാണ്. അപ്പം ഇത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് സിസേഴ്സ് യൂസ് ചെയ്തിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ചൊക്കെ ഒരു ഇറഗുലറായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം റെഡ് ആക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പം ഒരു കോട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 2 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്കിതുപോലൊരു നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ഈ ഒരു ലെയർ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. നമുക്കിത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് എടുക്കാം. അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ 2 കോട്ടാണ് അടിച്ചു കൊടുത്തത്. പിന്നെ നമുക്കിതിൻ്റെ അകത്തും കൂടെ അടിച്ചു കൊടുക്കാം. ഈ അകം ഭാഗത്താണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റത്ത് മാത്രം. എന്നിട്ട് അവിടെ ഒരു ബ്ലാക്ക് കളർ സ്ട്രിപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് 4 സൈഡിലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 4 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണങ്ങാനായിട്ട് വെച്ച ഒരു കാർഡ്ബോർഡ് സ്ട്രിപ്പ് എടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ബ്ലാക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം കൈ കൊണ്ടാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് കൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രിപ്പ് അവിടെയും ഇപ്പുറത്ത് ഈ സൈഡിലുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാസ്ക്കറ്റാണ്. അപ്പം ഇപ്പോൾ അത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ അവസാനമായിട്ടൊരു കുഞ്ഞ് ഡെക്കറേഷനും കൂടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതൊരു പെയിൻറ്റ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് ബ്രഷിൻ്റെ അറ്റത്ത് കുറച്ചൊന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പം പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സീക്വൻസും ഒക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഒരു ഫ്ലവർ പോലെയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനകത്ത് നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാനും യൂസ് ചെയ്യാം. കൂടുതൽ ഫ്ലവേഴ്സൊക്കെ വെക്കാനായിരിക്കും കൂടുതൽ ഭംഗി. ഇതിൻ്റെ അകത്തൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ വെക്കുവാണെങ്കിൽ തന്നെയും ഇതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തരിക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന് നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.